അസ്സലാമലൈക്കും. റംലത്ത് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ നമ്മൾ പൊന്നാങ്കണ്ണി ചീരയുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ പറ്റി. അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഇനിയും ഒരുപാട് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീരയുടെ വീഡിയോ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ, ചില ആൾക്കാർക്ക് ചില സംശയങ്ങളുണ്ട്. ഇത് ഒറിജിനലാണോ അല്ലേ എന്നൊക്കെ കമൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് അഗസ്ത്യച്ചീരയുടെ തൈയുണ്ട്. അഗസ്ത്യച്ചീര എന്നൊക്കെ പറയും. അതിന് ആ തൈയുണ്ട്. വെള്ളയുടെ അഗസ്ത്യച്ചീരയുടെ തൈയാണുള്ളത് കേട്ടോ. ഇനി ചുവപ്പിൻ്റെയും വെള്ളൻ്റെയും വിത്ത് ഞാൻ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തയ്യായി കഴിഞ്ഞാൽ ഞാൻ ഇതേപോലൊരു വീഡിയോ ഞാനിടാം. ഇപ്പോൾ കുറച്ച് തയ്യേ ഉള്ളൂ. ഈ തൈ തീരുന്നത് വരെ കൊടുക്കുന്നതായിരിക്കും എല്ലാവർക്കും കേട്ടോ. ആവശ്യമുള്ളവർ വിളിച്ചോളൂ കേട്ടോ. വെള്ള അഗസ്ത്യച്ചീരയുടെ തൈയാണ്. അഗസ്ത്യച്ചീര എന്നൊക്കെ പറയും. അപ്പോൾ ചിലവർ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. എൻ്റെ പൊന്നാങ്കണ്ണി ചീര ഇത് ഒറിജിനലാണോ എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ്. അത് തണലത്ത് നിൽക്കുമ്പോൾ പച്ച കളറുണ്ടാവും, വെയിലത്ത് നിൽക്കുമ്പോൾ ചുവന്ന കളറുണ്ടാവും. അത് ഈ ചീരയുടെ സ്വഭാവമാണത് കേട്ടോ. പിന്നെ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ചീര ഒറിജിനലാണോ എന്ന്. ഒറിജിനൽ തന്നെയാണ് കേട്ടോ. ഇലക്ക് കുറച്ച് ചെറുപ്പമുള്ളത് നിങ്ങൾ നോക്കണ്ട. അത് മണ്ണിലാണ് വെച്ചിട്ടുള്ളത്. മണ്ണിൽ വെക്കുമ്പം അതിന് വളമൊക്കെ മണ്ണിലേക്ക് മൊത്തത്തിൽ ഇറങ്ങുകയാണല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ട്. നേരെ മറിച്ച് ഗ്രോ ബാഗിലാവുമ്പോൾ നമുക്കുള്ള ഗ്രോ ബാഗിൽ നിൽക്കുമ്പോൾ ഉള്ള ചെടിക്ക് നല്ല വളർച്ച കിട്ടും. അതാണ് രണ്ടും കൂടെയുള്ള വ്യത്യാസം. പിന്നെ ഈ തൈകളൊക്കെ നിൽക്കുന്നത് തണലത്താണ്, തെങ്ങിൻ്റെയും മരങ്ങളുടെയും ചുവട്ടിലാണ്. എവിടെ വെച്ചാലും ഈ തൈ ഉണ്ടാവും. ഇതാണ് ഈ ചീരയുടെ പ്രത്യേകത. ഗ്രോ ബാഗിൽ മാത്രം വെച്ചാലെല്ലാം ഉണ്ടാകുക. വെയിലത്ത് വെച്ചാലും തണലത്ത് വെച്ചാലും മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാലും എവിടെ വെച്ചാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചീരക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചോളൂ. നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിളിച്ചോളൂ കേട്ടോ. വെള്ള അഗസ്ത്യച്ചീരയുടെ തൈയും ഇപ്പോൾ കുറച്ചുണ്ട്. അത് കഴിയുന്നത് വരെ അതും കൊടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ അമർത്തുക. പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ലൈക്ക് ചെയ്താൽ മറ്റുള്ളവരിലേക്കൊക്കെ എൻ്റെ വീഡിയോ എത്താൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയറും കൂടെ ചെയ്യുക. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചീരക്ക് വിളിക്കുക. ചീര തൈയായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു ഇലയും കൊടുക്കുന്നുണ്ട്. കൂടുതൽ കൊടുക്കാനുണ്ടാവില്ല കേട്ടോ. അതാരാണ് ആദ്യം വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇലക്ക് ആവശ്യമുള്ളവർ ആദ്യം വിളിക്കണമെന്ന് വെച്ചാൽ അവർക്ക് ഒരു 2-3 ആൾക്കൊക്കെ കൊടുക്കാനുള്ള ചീര ഉണ്ടാവും. 1 കിലോ ചീര കിട്ടണമെങ്കിൽ ഒരുപാട് തൈകൾ നഷ്ടപ്പെടുത്തണം കേട്ടോ. അതിന് ശേഷം ഇല കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ കൂടുതലും തൈകൾക്ക് ഓർഡർ ഉണ്ടാകുമ്പോൾ ഇല കൊടുക്കാത്തത്. ഇപ്പോൾ കുറച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം വിളിക്കുന്നവർക്ക് കൊടുക്കും കേട്ടോ. ഒരു 48 ദിവസം കഴിക്കാനുള്ള ഇല കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ തന്നെ അത് 48 ദിവസത്തിന് കണക്കാക്കി കൊടുക്കാനുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിലേ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ പൊന്നാങ്കണ്ണി ചീരയുടെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ മറുപടി തരാം. എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അസ്സലാമു അലൈക്കും.